UAE 2026 ബിസിനസ് മേഖലയിൽ വലിയൊരു അപ്ഡേഷൻ വരുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇൻവോയ്സിംഗ്. എന്താണ് ഇൻവോയ്സിംഗ്? സാധാരണ പേപ്പർ ഇൻവോയ്സുകളും PDF ഇൻവോയ്സുകളും പാടെ മാറ്റി ഡിജിറ്റൽ ഫോർമാറ്റിൽ, ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ ഇൻവോയ്സുകൾ ഗവൺമെന്റ് സംവിധാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇൻവോയ്സിംഗ്. ലളിതമായി പറഞ്ഞാൽ, ഒരു ബിസിനസ്സിൽ നിന്ന് ഇപ്പോൾ നിലവിൽ ഒരു കസ്റ്റമർ ഒരു സാധനം വാങ്ങുന്ന സമയത്ത്, ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക. ഒന്ന്, അദ്ദേഹത്തിന് ഒരു പ്രിന്റഡ് ഇൻവോയ്സ് കൊടുക്കും, അല്ലെങ്കിൽ വാട്സപ്പിലോ മെയിലിലോ ഒരു PDF കോപ്പി കൊടുക്കും. ആ രീതിയായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഇൻവോയ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടെ തന്നെ നമ്മുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ നിന്ന് ഈ ഇൻവോയ്സ് ഒരു ഡിജിറ്റൽ ഫോമിൽ, ഒരു XML സ്റ്റാൻഡേർഡ് ഫോമിൽ ഇത് നേരിട്ട് ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റിലും, അതുപോലെ ഇത് കസ്റ്റമറിന്റെ, ഇത് വാങ്ങുന്ന വ്യക്തിയല്ല, B2B ബിസിനസിന്റെ കേസാണ് പറയുന്നത്, ഇത് വാങ്ങുന്ന പാർട്ടിയുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലും അപ്ഡേറ്റ് ആവും. UAE നിലവിൽ B2B ബിസിനസ്സുകൾക്കും B2G ബിസിനസ്സുകൾക്കുമാണ് ഇത് ബാധകമായിട്ട് വരുന്നത്. ഇപ്പോൾ ഹോൾസെയിൽ ട്രേഡിങ്ങിലൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, ബിസിനസ്സുകൾ കൂടുതലും ചെയ്യുന്നത് B2B ബിസിനസ്സുകളാണ്. അപ്പോൾ പിന്നെ അതുപോലെ B2G, ബിസിനസ് ടു ഗവൺമെന്റ് കേസിലും ഇത് ബാധകമാണ്. B2C ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കഫ്തീരിയകൾ, അതുപോലെ ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ, അത്തരം സ്ഥാപനങ്ങൾ B2C ഡയറക്റ്റ് കസ്റ്റമർക്കാണ് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത്. അവിടെ ഇത് ബാധകമല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇത്തരം സ്ഥാപനങ്ങൾ പർച്ചേസിങ് ചെയ്യുന്നത് B2Bയിൽ നിന്നാണ്, മറ്റൊരു സ്ഥാപനത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെയും B2B ബാധകമാണ്. അപ്പോൾ അവിടെയും അവരുപയോഗിക്കുന്ന അവിടെയും ഈ ഇൻവോയ്സിങ്ങിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. B2Cയുടെ കേസിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഇതിൽ നിന്ന് ഒഴിവായി എന്ന് പറയാൻ പറ്റില്ല. അവരും B2Bയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഇൻവോയ്സിങ്ങിന്റെ ബാധകത്തിൽ വരും. എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ അപ്ഡേഷൻ ആവശ്യമാണ്. 2026 ജൂലൈ 1 തൊട്ട് ഒരു പൈലറ്റ് സ്റ്റഡി, ഒരു കേസ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഇത് ഒരു പ്രാഥമിക ഘട്ടത്തിൽ ആരംഭിക്കുകയാണ്. കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ചില സ്ഥാപനങ്ങളിൽ ഇത് നടത്തി നോക്കും, ഒരു പൈലറ്റ് സ്റ്റഡി. UAE പോലെയുള്ള ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ ഇത്രയും കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ പഠനം ആവശ്യമാണ്. അതിനുശേഷം 2027 ജനുവരി തൊട്ട് വൻകിട ബിസിനസ്സുകളിൽ ഇത് നടപ്പിലാക്കി തുടങ്ങും. വൻകിട ബിസിനസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു ലിമിറ്റ് എത്രയാണെന്നുള്ളത് കൺഫേം ആയിട്ടില്ല. ഒരു 50 മില്യൺ എബവ് ബിസിനസ് നടക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ, അത്തരം ഒരു കേസാണ് ഒരു ലാർജ് സ്കെയിൽ എന്ന് കണക്കാക്കുന്നതെങ്കിൽ, അത്തരം സ്ഥാപനങ്ങളിൽ 2027 ജനുവരി തൊട്ട് ഇത് നടപ്പിലാക്കി തുടങ്ങും. 2027 ജൂലൈ 1 തൊട്ട് B2B ചെറുകിട സ്ഥാപനങ്ങളിലും B2G ചെറുകിട സ്ഥാപനങ്ങളിലും ഇത്തരം B2C തുടക്കഘട്ടങ്ങളിൽ, B2C മുഴുവനായിട്ടും B2C അല്ല, അവരും B2Bയുടെ ഒരു പാർട്ട് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും 2027 ജൂലൈ 1 തൊട്ട് ഇത് നടപ്പിലാക്കും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളിൽ, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ ഈ ഇൻവോയ്സിങ് ചെയ്യാൻ അത് അപ്ഡേറ്റഡ് ആണോ എന്നും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു പ്രാവശ്യം ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് അതിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതോട് കൂടെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്നത് ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവുകയും പാർട്ടിക്ക് അത് പോവുകയും ചെയ്യും. പിന്നീട് അതിലൊരു മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. അപ്പോൾ ഒരു സെയിൽസ് നടത്തി പിന്നീട് ഒരു സെയിൽസ് റിട്ടേൺ ഒക്കെ വരുന്ന സമയത്ത് കൃത്യമായ ക്രെഡിറ്റ് നോട്ട് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ വൗച്ചറുകൾ ഇഷ്യൂ ചെയ്ത് ഔട്ട്പുട്ട് ടാക്സിനെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൊടുക്കേണ്ട ടാക്സ് ലയബിലിറ്റി കൂടും. അപ്പോൾ അത്തരം രീതിയിലൊക്കെ കൃത്യമായ കാര്യങ്ങൾ ബിസിനസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഇൻവോയ്സിങ്ങിൻ്റെ വരവോടുകൂടെ ചെയ്യേണ്ടി വരും. ക്രെഡിറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ അവരുടെ ക്രെഡിറ്റ് ടേമിൽ ഒന്നുകൂടെ കൃത്യമായ ഇടപെടൽ നടത്തി ക്രെഡിറ്റ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ ഉഷാറാക്കേണ്ടി വരും ഈ ഇൻവോയ്സ് വരുന്നതോടുകൂടെ. അപ്പോൾ 2027 ജൂലൈയിലാണ് ഇത് എല്ലാ ബിസിനസ്സുകൾക്കും ബാധിക്കുന്ന രീതിയിൽ വരുന്നതെങ്കിൽ പോലും അതിനു മുമ്പുള്ള ഒരു വർഷക്കാലം ഇതിനുള്ളൊരു തയ്യാറെടുപ്പ് എല്ലാ സ്ഥാപനങ്ങളും നടത്തേണ്ടതായിട്ടുണ്ട്.